വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വന്ദനം. 11-ാം തീയതിയാണ് കത്തോലിക്ക തിരുസഭ ദൈവവിളികൾക്കായുള്ള ആഗോള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലേകൂട്ടി എഴുതിയ സന്ദേശം ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പുതിയ മാർപ്പാപ്പയുടെ ലയോ 14 സന്ദേശങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. മാർപ്പാപ്പ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവവിളികൾക്കായുള്ള 62ാമത് പ്രാർത്ഥനാ ദിനത്തിൽ, ഇത് തുടങ്ങിയിട്ട് 62 കൊല്ലമായി, നിങ്ങളുടെ ജീവിതങ്ങൾ ഉദാരമായി സമർപ്പിക്കുന്ന ഒരു ദാനമായി തീർക്കണം. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്രിസ്തീയ ദർശനം അതാണ്. നമുക്ക് ദൈവം നൽകിയ ഈ ജീവൻ ഒരു ദാനമായി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ കൊല്ലം മഹാജൂബിലി വർഷമാണ്. പരിശുദ്ധ പിതാവ് അതുകൊണ്ട് സൂചിപ്പിച്ചു, പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വാക്കുകൾ ആരംഭിച്ചത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന ഒരു അമൂല്യ ദാനമാണ് ദൈവവിളി എന്ന് പറയുന്നത്. അതാണ് ഓരോ ദൈവവിളിയും എന്ന് പറഞ്ഞാൽ. ദൈവവിളി എന്ന് പറയുമ്പോൾ വൈദികനാകാൻ, കന്യാസ്ത്രീ ആകാൻ എന്നുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി പൊതുവെ ഉണ്ട്. അതല്ല മാർപ്പാപ്പ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എഴുതുന്ന എല്ലാ ദൈവവിളി ദിന പ്രാർത്ഥന ചിന്തയിലും ഈ ആശയം എടുത്തിട്ട് വിശാലമായാണ് ജീവിതത്തെ കാണുന്നത്. സ്വയം പരിത്യജിച്ചിട്ട് സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു യാത്രയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടാനുള്ള ക്ഷണമാണ് ദൈവവിളി. ഒരു പരിത്യജിക്കലുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വയം പരിത്യജിച്ച് നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ. അത് വൈദികരോടോ കന്യാസ്ത്രീകളോടോ അല്ലെങ്കിൽ സന്യസ്തരോടോ മാത്രം പറയുന്നതല്ല. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടുമായി അവിടുന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണിത്. സ്വയം ത്യജിച്ച് സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു യാത്രയ്ക്കായി ഇറങ്ങിപ്പെടാനുള്ള ഒരു ക്ഷണമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്നതാണത്. സഭയിലെ ഓരോ ദൈവവിളിയും ഇവിടെ എടുത്തു പറയുകയാണ്. അത് അൽമായ ദൈവവിളിയാകട്ടെ, അൽമായരായിരിക്കുക ഈ ലോകത്ത് എന്ന് പറയുന്നത്, അത് കുടുംബജീവിതത്തിലാകാം, രാഷ്ട്രീയ ജീവിതത്തിലാകാം, പൊതുരംഗത്താകാം, അവിടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയാണ് ദൈവവിളി സ്വീകരിക്കുന്നവർ. സമർപ്പിത ദൈവവിളികളും അഭിഷിക്ത ദൈവവിളികളും എല്ലാം ഏതായാലും ഈ ലോകത്തിനും തൻ്റെ മക്കളിൽ ഓരോരുത്തർക്കും ദൈവം നൽകുന്ന പ്രത്യാശയുടെ അടയാളങ്ങളാണ്. പ്രത്യാശ എടുത്തു പറയുന്നതിൻ്റെ കാരണം ജൂബിലി വർഷത്തിൻ്റെ സന്ദേശം പ്രത്യാശയാണ്. നമ്മെ നിരുത്സാഹപ്പെടുത്താത്ത, നിരാശപ്പെടുത്താത്ത പ്രത്യാശ. ആ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം. ദൈവവിളിയിലൂടെയാണ് നാം അത് നിർവഹിക്കുന്നത്, പ്രാവർത്തികമാക്കുന്നത്. ഒട്ടേറെ യുവതീവാക്കന്മാർ മാർപ്പാപ്പ പറയുകയാണ്, തങ്ങളുടെ ദൃഷ്ടി ഭാവിയിലേക്ക് തിരിക്കുമ്പോൾ ഇക്കാലത്ത് ദുഃഖിതരാണ്. യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ് മാർപ്പാപ്പ എടുത്ത് അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പാപ്പ പറയുകയാണ്. ആഴത്തിലുള്ള ഒരു സ്വത്വ പ്രതിസന്ധിയുണ്ട് അവർക്കുണ്ട്. അത് അർത്ഥത്തെയും മൂല്യങ്ങളെയും സംബന്ധിച്ച പ്രതിസന്ധിയായിത്തീരുന്നു. ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ ലോകത്തിലെ സന്ദേശങ്ങൾ പ്രസ്തുത പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ എന്നും, അത് ഇന്നത്തെ പ്രശ്നമാണിത്. ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് നമ്മളെ ഡിജിറ്റൽ ലോകത്തിലെ സന്ദേശങ്ങളെല്ലാം കൈമാറുന്നത്. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകാൻ അത് കാരണമാകുന്നതേ ഉള്ളൂ. ദരിദ്രരോടും വൃണിതരോടും പല ആളുകളെയും മുതലെടുക്കുകയാണ് മറ്റുള്ളവർ. ഒരു പ്രബലർ പാവപ്പെട്ടവനെ, ബലഹീനനെ ചൂഷണം ചെയ്യുകയാണ്. അതൊരു അനീതിയാണ്. അവരോട് കാണിക്കുന്ന അനീതി സ്വയം സംതൃപ്തവും സ്വയം കേന്ദ്രീകൃതവുമായ ഒരു സമൂഹത്തിൻ്റെ
നിസ്സംഗത, അതും വലിയ അപകടം പിടിച്ചൊരവസ്ഥയാണ് ഈ കാലഘട്ടത്തിൻ്റെ. പരിശുദ്ധ പിതാവ് അത് എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പൻ്റെ രേഖകളിലും ചിന്തകളിലും പ്രസംഗങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വയം സംതൃപ്തമായി കഴിയുന്ന കുറേ ആളുകൾ, അവർ സ്വയം കേന്ദ്രീകൃതമായി ജീവിക്കുന്നു. അത് ഒരു നിസ്സംഗതയാണ് മറ്റുള്ളവരോട്, ഈ ലോകത്തിൻ്റെ നന്മയോടെ ഒരു ആക്റ്റീവ് സമർപ്പണമില്ലാതെ പോകുന്നു. യുദ്ധത്തിൻ്റെ ക്രൂരത മാർപ്പാപ്പ വളരെ വേദനയോടെ എപ്പോഴും പറയുന്നതാണ്. ഇതെല്ലാം യുവജനങ്ങൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ജീവിത സാക്ഷാത്കാരത്തെ സംബന്ധിച്ച പ്രത്യാശയ്ക്ക് ഭീഷണിയാണ് എന്ന് പാപ്പ പറയുകയാണ്. അതുകൊണ്ട് യുവജനങ്ങളുടെ ആ പ്രത്യാശയെ ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. എന്നിരുന്നാലും മാർപ്പാപ്പ തുടരുകയാണ്, മനുഷ്യഹൃദയത്തെ അറിയുന്ന കർത്താവ് നമ്മുടെ അനിശ്ചിത അവസ്ഥയിൽ നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നും പറയുകയാണ്. നമ്മൾ സ്നേഹിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും പ്രത്യാശയുടെ തീർത്ഥാടകരായി അയക്കപ്പെട്ടവരുമാണെന്ന് നാം അറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് സന്ദേശമാണ് മാർപ്പാപ്പ നമുക്ക് തരുന്നത്. സഭയുടെ മുതിർന്ന അംഗങ്ങളായ നാം, മുതിർന്നവരെ പറ്റി പറയുകയാണ്, പ്രത്യേകിച്ച് പുരോഹിതന്മാർ, യുവജനങ്ങളുടെ വിളിയുടെ പാതയിൽ അവരെ അംഗീകരിക്കാനും അത് വിവേചിച്ചറിയാനും അവരെ അനുഗമനം ചെയ്യാനും അക്കമ്പനി ചെയ്യാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. പുരോഹിതരുടെ, മുതിർന്നവരുടെ, മാതാപിതാക്കന്മാരുടെയൊക്കെ ഒരു ദൗത്യമാണിത്. ഈ യുവജനങ്ങളെ അവരുടെ വിളിയുടെ പാതയിൽ, അവരെ ദൈവം ഏത് രീതിയിലേക്ക് വിളിക്കുന്നുവോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അംഗീകരിക്കണം. അത് അവർ തിരഞ്ഞെടുക്കുന്നതിന് വിവേചിച്ചറിയണം, അവരെ അനുധാപനം ചെയ്യണം. യുവജനങ്ങളായ നിങ്ങൾ, യുവജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ പാതയിൽ ഇറങ്ങിത്തിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. അത് പരിശുദ്ധാത്മാവിനോടൊപ്പമാണ് നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങളുടെ ആ ദൈവവിളി നിങ്ങളുടെ ഇഷ്ടം പോലെ, തോന്നിയാസം പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടത്തണമെന്ന് മാർപ്പാപ്പ ഉത്ബോധിപ്പിക്കുകയാണ്. അവിടുന്നാണ് നിങ്ങളുടെ ജീവിതങ്ങൾ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ ജനിപ്പിക്കുന്നത്. നമ്മളെ തന്നെ അർപ്പിക്കാൻ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് അതാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളാകണം. പ്രത്യേക ദൈവവിളിയെപ്പറ്റി പറയാം. ഇത് പൊതുവിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി പറയാവുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവവിളികളിലേക്ക് വരികയാണ്. യുവജനങ്ങളോടാണ് അഭിസംബോധന ചെയ്ത് പറയുന്നത്, പ്രിയ യുവജനമേ, നിങ്ങളുടെ യൗവനം ഒരു ഇടക്കാല വേളയല്ല. മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഇപ്പോഴാണ്, പ്രസൻറ്റ് ടൈമാണ്. ദൈവത്തിൻ്റെ ആ തരത്തിൽ കാണും. ഒരു ഇടവേള കടന്നു പോകുന്നൊരു കാലഘട്ടമായിട്ട് മാത്രം കണ്ടാൽ പോരാ, ഇപ്പോഴാണ്. യുവജനങ്ങൾക്ക് എഴുതിയ രേഖയിലാണ് പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത്. ക്രിസ്തുസ് ബീബിത്ത് എന്ന് പറയുന്ന യുവജനങ്ങൾക്ക് വേണ്ടി എഴുതിയ രേഖ, അതിലാണിത് പറയുന്നത്. ജീവൻ എന്ന ദാനം, ജീവൻ ദാനമാണ്, നമുക്ക് നൽകപ്പെട്ടതാണ്, സൗജന്യമായി നൽകപ്പെട്ടതാണ്. ഉദാരവും വിശ്വസ്തവുമായ ഒരു പ്രത്യുത്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഔദാര്യമുള്ള വിശ്വസ്തമായ ഒരു പ്രത്യുത്തരമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വിളിയോട് സന്തോഷപൂർവം പ്രത്യുത്തരിച്ചിട്ടുള്ള വിശുദ്ധരുണ്ട്, യുവവിശുദ്ധന്മാരുണ്ട്, വാഴ്ത്തപ്പെട്ടവരുണ്ട്. അവരെ നോക്കാനായിട്ട് പറയുകയാണ് യുവജനങ്ങളോട് പരിശുദ്ധ പിതാവ്. ഉദാഹരണത്തിന് ചില വിശുദ്ധരുടെ പേരുകൾ മാർപ്പാപ്പ എടുത്തു പറയുന്നു. ലീമായിലെ വിശുദ്ധ റോസ ചെറുപ്പക്കാരിയാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ ചെറുപ്പക്കാരനാണ്, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ ആളാണ്. വിശുദ്ധ കൊച്ചുതെറേസ്യ 24 വയസ്സിൽ മരിച്ച ആളാണ്. വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ ഉടനെ തന്നെ പറഞ്ഞു, ഉടൻ തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്ന കാർലോ കിറ്റസ് എന്ന് പറയുന്ന 15 വയസ്സിൽ മരിച്ച ആള്.
11-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ ആധുനിക കാലത്ത് ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. ആദ്യ കുർബാന കൈക്കൊണ്ടപ്പോൾ അവനെടുത്ത ഒരു തീരുമാനമാണ് ഈശോ ദിവ്യകാരുണ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക. ഈ കമ്പ്യൂട്ടർ ലോകത്ത്, ആശയവിനിമയത്തിൻ്റെ ഈ ലോകത്ത് ആ ബാലൻ എടുത്ത ഒരു തീരുമാനം നമുക്കറിയാം. പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ലോകത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്, പല നൂറ്റാണ്ടുകളിലായി. അത് മുഴുവൻ അദ്ദേഹം സന്ദർശിച്ച് ഈ ചെറുപ്പക്കാരൻ, ഈ ബാലൻ അതേപ്പറ്റി പഠിച്ച് കമ്പ്യൂട്ടറിൽ അത് എഡിറ്റ് ചെയ്ത് വീഡിയോകളാക്കി ലോകത്തിന് മുഴുവനും അയച്ചു കൊടുത്ത വ്യക്തിയാണ്. ജീവിതം അതായിട്ട് സമർപ്പിച്ചവനാണ്. ക്യാൻസർ വന്ന് മരിച്ചു ഈ ബാലൻ, നമ്മൾ ഓർക്കണം. അവനെ പറ്റിയാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ എല്ലാം ജീവിതം. അപ്പോൾ ഇനിയിപ്പം പുതിയ മാർപ്പാപ്പയായിരിക്കും അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ഇനി മരിച്ചു പോയത് കൊണ്ടാണ് അത് മാറ്റി വെക്കാനായിട്ടിടയായത്. വിൻസെൻ്റ് പോൾ സംഘടനയുടെ വലിയൊരു സജീവ പ്രവർത്തകനാണ്, യുവാവായിരുന്നു പിയർ ജോർജോ പ്രസാത്തി. ഇവരെ എല്ലാം വായിക്കാനായിട്ടും പഠിക്കാനായിട്ടും ആവശ്യപ്പെടുകയാണ്. ഇവരെ ഉത്തിതനായ നാഥനുമായുള്ള തങ്ങളുടെ സൗഹൃദം വഴിയായി അവർക്ക് തങ്ങളുടെ ദൈവവിളി യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള പാതയായി അനുഭവപ്പെട്ടു. വിശുദ്ധരതാണല്ലോ, അവർ തിരഞ്ഞെടുത്ത വഴി അവർക്ക് സന്തോഷം നിറഞ്ഞതാണ്. ത്യാഗമുണ്ടായിരുന്നെങ്കിലും അവരുടെ ജീവിതത്തെ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചു. ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ്. ഈശോയുടെ വചനങ്ങൾ നാം കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും എന്ന് പാപ്പ പറയുകയാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു സുവിശേഷം കൂടുതൽ വായിക്കാൻ പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്നത് സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന രേഖയാണ്, അപ്പസ്തോലിക ലേഖനമാണ്. നമ്മളത് വേണ്ട രീതിയിൽ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇനിയും പഠിക്കേണ്ടതായിട്ടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാർപ്പാപ്പ കടന്നു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി അതിലൂടെയാണ് തുടരുന്നത്. സത്യത്തിൽ സുവിശേഷം കേൾക്കുന്നത് സന്തോഷകരമാണ്, അത് ജീവിക്കുന്നതും സന്തോഷകരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം മരിച്ചൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണല്ലോ. സുവിശേഷം അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. അതാണ് പ്രധാനം. സുവിശേഷം, പാപങ്ങളോടുള്ള പക്ഷം ചേരൽ, രോഗികളെ ആലിംഗനം ചെയ്യുന്ന കാര്യം, കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്, രോഗികളോട് കാണിക്കുന്ന കാര്യങ്ങൾ, അഭയാർത്ഥികളോട് കാണിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം സുവിശേഷം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അത് വീരോചിതമായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ചാണ് മനുഷ്യരുടെ മുഴുവൻ ഹൃദയം കവർന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. സുവിശേഷം, അതുകൊണ്ട് പാപ്പ പറയുന്ന ഈ വാക്ക് നല്ല യേശുവിൻ്റെ വചനങ്ങൾ നാം കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32 എമ്മാവുസിലേക്ക് പോയ ആ സഹോദരങ്ങൾ, അവർ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ വിലയിരുത്തുകയാണ്, നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ? നമുക്കിന്ന് വചനം ജ്വലിപ്പിക്കാൻ ഇടയാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കാനുള്ള ആഗ്രഹമുണ്ടാകും എന്ന് പാപ്പ പറയുകയാണ്. അത് വരുമ്പോഴാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം അടുത്ത കാലത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത്. സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ സ്വാധീന ശക്തി ഉണ്ടായ ഗ്രൂപ്പാണ്. എത്രയോ പേര് നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ വൈദികരാകാനും സന്യാസികളാകാനും ഒക്കെ പോയി, സന്യസ്തരാകാൻ. സുവിശേഷം തരുന്ന ഒരു സന്ദേശം. നമുക്കതില്ലെങ്കിൽ നമുക്കിതൊന്നും തോന്നിയാൽ വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ച് അതിൽ ചുരുങ്ങിപ്പോകും.
അതും ദൈവവിളിയാണ്. പക്ഷെ അവിടെയും നമ്മൾ സുവിശേഷം ജീവിക്കേണ്ടവരാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കണം. അതാണ് പരിശുദ്ധ പിതാവ് നമ്മോട് ഈ സന്ദേശത്തിലൂടെയൊക്കെ പറയുന്നത്. സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകാൻ ഏറ്റവും അനുയോജ്യമായ ജീവിത പന്ഥാവ് നാം സ്വീകരിക്കാൻ ആഗ്രഹിക്കും എന്ന് പാപ്പ പറയുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തിലാണ് ദൈവത്തിന് സ്നേഹം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കാര്യം നമ്മുടെ ജീവിതത്തെ സ്നേഹമാക്കി മാറ്റാൻ ഇടയാവുക. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരിക്കൽ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ദൈവവിളിയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള പ്രചോദനം നൽകും എന്ന് പാപ്പ ശക്തമായി നമ്മളോട് പറയുകയാണ്. അതാണ് പ്രധാനം. നമുക്കിത് അനുഭവപ്പെട്ടാൽ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കും. അത് സ്വയം അഭിവൃദ്ധിപ്പെടുത്താനുള്ള മാർഗമായിരിക്കുകയില്ല. എൻ്റെ സ്വാർത്ഥപരമായ എൻ്റെ വളർച്ച, എൻ്റെ കാര്യം മാത്രം നോക്കാനുള്ളതായിരിക്കുകയില്ല എന്ന് പറയുക മാർപ്പാപ്പ. മറിച്ച് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശനമായിട്ടായിരിക്കും അത് അനുഭവപ്പെടുന്നത്. അതാണ് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും. ഓരോ വ്യക്തിയുടെയും ആനന്ദത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പോകുന്നതാണ് ദൈവവിളിയും പ്രത്യാശയും. അതാണ് രണ്ടും ഒന്നിച്ചു പോകും. അതിൽ ഓരോരുത്തരും തങ്ങളുടെ ജീവിതങ്ങൾ അന്യർക്ക് വേണ്ടി നൽകാനായി പേര് ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞ ആ അപ്പസ്തോലിക ലേഖനത്തിൽ നിന്നാണ് അതെടുത്തിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സന്തോഷം, എവഞ്ചേലി ഗൗദിയും എന്ന ഇതിലാണ്. അതിലെ 268 നമ്പരാണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതു പാത സ്വീകരിക്കാനാണ് ദൈവം തങ്ങളെ വിളിക്കുന്നത് എന്ന് അറിയാൻ വളരെയേറെ യുവതി യുവാക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. വൈദിക ശുശ്രൂഷയിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലപ്പോഴെങ്കിലും ചിലർ ആശ്ചര്യകരമാം വിധം കണ്ടെത്തുന്നുണ്ട് എന്ന് മാർപ്പാപ്പ നമുക്ക് ഓർമ്മിപ്പിക്കുക. മറ്റു ചിലർ വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിലേക്കുമുള്ള വിളിയുടെ അതിൻ്റെ ആ സൗന്ദര്യം കണ്ടെത്തുന്നു. അതും മനോഹരമായ വിളിയാണ്. ആ വിളി ലഭിക്കുന്നവർ അത് ജീവിക്കണം ആ തരത്തിൽ. അതാണ് പ്രധാനം. അതായത് പൊതുനന്മയ്ക്കും തങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഇടയിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിനു വേണ്ടിയുള്ള സാക്ഷ്യം നൽകാനുള്ള വിളിയാണിതെല്ലാം. നമ്മൾ ഓർക്കണം, എല്ലാവരുടെ ഇടയിലും വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള സാക്ഷ്യം, വിശ്വാസ ജീവിതം, വചനാനുസരിച്ചുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ മാർപ്പാപ്പ തുടരുകയാണ്. ഊന്നി നിന്നുകൊണ്ടുള്ള പ്രത്യാശയാൽ പ്രചോദിതമാണ് ഓരോ ദൈവവിളിയും. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രത്യാശയാൽ പ്രചോദിതമാണ് ഓരോ ദൈവവിളിയും. മാർപ്പാപ്പ പറയുന്നത് അതാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ പറയുന്നു, പ്രത്യാശ എന്നത് കേവലം മാനുഷികമായ ശുഭാപ്തി വിശ്വാസത്തിനും വളരെ ഉപരിയാണ്. പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പ്രവർത്തന നിരതമായിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സുനിശ്ചിതത്വത്തിലാണ് അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ട്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സുനിശ്ചിതത്വത്തിലാണ് ഇത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ദൈവവിളി അടിസ്ഥാനപ്പെടുന്നത് സുവിശേഷത്തോട് വിശ്വസ്തരായിരിക്കാനുള്ള ദൈനംദിനമുള്ള ശ്രമവും പ്രാർത്ഥനയും വിവേചിച്ചറിയലും ശുശ്രൂഷയും വഴിയാണ് ദൈവവിളികൾ പരിപക്വമാകുന്നത്. അതാണ് ഇതിനാണ് പ്രാർത്ഥനാ ദിനം വെച്ചിരിക്കുന്നത്. സുവിശേഷത്തോട് വിശ്വസ്തമായിരിക്കാനുള്ള സുവിശേഷമാണ് പ്രധാനം. ദൈനംദിനമുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വേണം, പ്രാർത്ഥന വേണം, വിവേചിച്ചറിയണം എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന കാര്യം. പിന്നെ ശുശ്രൂഷയ്ക്കായി അത് മാറ്റണം. ഈ 4 കാര്യങ്ങൾ ഒന്നിച്ചു പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് യുവജനങ്ങളോട് പറയുകയാണ്, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ദൈവത്തിലുള്ള പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ കൊല്ലത്തെ ചിന്താവിഷയമാണത്. എന്നാൽ തങ്ങളുടെ ജീവിതങ്ങൾ അവിടുത്തെ
കരങ്ങളിൽ ഭരമേൽപ്പിച്ചവരുടെ ഓരോ കാൽവയ്പിലും അവിടുന്ന് അവരെ അനുഗമനം ചെയ്യുന്നുണ്ട്. ധൈര്യപൂർവം തങ്ങളുടെ ജീവിതങ്ങൾ ക്രിസ്തുവിന് സമർപ്പിക്കുന്നവരും അങ്ങനെ ശിഷ്യരും പ്രേക്ഷിതരുമായിരിക്കുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരായ യുവജനങ്ങളെ നമ്മുടെ ലോകത്തിന് ഇന്ന് ആവശ്യമുണ്ട്. അതാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പയുടെ ഈ മെസ്സേജ് തീരുന്നില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടരാം. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി. പരിശുദ്ധ പിതാവ് കടന്നു പോയെങ്കിലും നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം തുടരുകയാണ്, ലോകത്തിന് നൽകുകയാണ്. ഈ കൊല്ലത്തെ ആഗോള ദൈവവിളി പ്രാർത്ഥനാ ദിനത്തിന് നൽകുന്ന ചിന്തകളാണിത്. നമുക്കത് ഗൗരവപൂർവ്വം സ്വീകരിക്കാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ തുടരാം.